മന്ത്രി എന്ന നിലയിൽ കെഎസ്ആർടിസിക്കായി ചെയ്യാൻ സാധിക്കുന്നതെല്ലാം ചെയ്യും. എടപ്പാളിൽ സ്ക്രാപ്പിംഗ് സെന്ററിന് തുടക്കമിട്ട് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. മന്ത്രി എന്ന നിലയിൽ കെഎസ്ആർടിസിയെ നവീകരിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്നും കെഎസ്ആർടിസി മാറ്റത്തിന്റെ പാതയിലാണെന്നും ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു. കേരളത്തിലെ ആദ്യ രജിസ്റ്റേർഡ് വെഹിക്കിൾ സ്ക്രാപ്പിംഗ് ഫെസിലിറ്റി നിർമ്മാണോദ്ഘാടനം കെഎസ്ആർടിസി എടപ്പാൾ റീജിയണൽ വർക്ക്ഷോപ്പിൽ നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി. 150-ലധികം പുതിയ നിയമനങ്ങൾ ഉടൻ കെഎസ്ആർടിസിയിൽ ഉണ്ടാകും. ഒഴിവുകൾ അപ്പോൾ തന്നെ PSCക്ക് റിപ്പോർട്ട് ചെയ്യുകയും നിയമനം നടത്തുകയും ചെയ്യും. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷൻ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്ര പദ്ധതി അനുസരിച്ച് നിർമ്മിക്കുന്ന RVSF പ്രവർത്തനം തുടങ്ങിയാൽ 200 കോടി രൂപയാണ് കേന്ദ്രത്തിൽ നിന്ന് ഗ്രാന്റായി ലഭിക്കുക. ഇത് കെഎസ്ആർടിസിയുടെ തന്നെ നവീകരണത്തിന് ഉപയോഗിക്കും. അഴിമതിക്ക് സാധ്യതകൾ ഏറെയുള്ള ഈ പദ്ധതി പൂർണ്ണമായും അഴിമതിരഹിതവും സുതാര്യവുമായി ആയിരിക്കും നടപ്പിലാക്കുക. സ്ക്രാപ്പിംഗ് ചെയ്യുന്നവ മലിനീകരണമില്ലാതെ പൂർണ്ണമായും യന്ത്രവൽകൃതമായി ഹൈഡ്രോളിക് പ്രസ് സംവിധാനം ഉപയോഗിച്ച് ക്യൂബിക്കിളാക്കി കയറ്റി അയക്കുകയാണ് ചെയ്യുന്നത്. മാലിന്യ മുക്ത കേരളം പദ്ധതി അനുസരിച്ച് കെഎസ്ആർടിസി വാഹനങ്ങളുടെ റക്സിൻ, ഗ്ലാസ് മുതലായവ ഉൾപ്പെടുന്ന 500 ടൺ മാലിന്യം നീക്കം ചെയ്തതായും മന്ത്രി പറഞ്ഞു. രാജ്യത്ത് തന്നെ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഗതാഗത സംവിധാനം കെഎസ്ആർടിസി ആണെന്നും നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുള്ള ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയർ വഴിയാണ് സ്പെയർ പാർട്സ് സംബന്ധമായ ഓർഡറുകളും മറ്റും നൽകുന്നതെന്നും മന്ത്രി പറഞ്ഞു. കെഎസ്ആർടിസി ഉദ്യോഗസ്ഥർക്ക് IDTRൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത പരിശീലനം നൽകിക്കഴിഞ്ഞെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ KT ജലീൽ MLA അധ്യക്ഷത വഹിച്ചു. കെഎസ്ആർടിസി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ PS പ്രമോദ് ശങ്കർ സ്വാഗതം പറഞ്ഞു. RVSFന്റെ ലോഗോ മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പ്രകാശനം ചെയ്തു. KT ജലീൽ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 35 ലക്ഷം രൂപ ചെലവിൽ എടപ്പാൾ കെഎസ്ആർടിസി ഡിപ്പോയിൽ നിർമ്മിച്ച യാർഡും മന്ത്രി ഉദ്ഘാടനം ചെയ്തു. പൊന്നാനി കെഎസ്ആർടിസി ജീവനക്കാരന്റെ അസുഖ ബാധിതനായ മകന്റെ ചികിത്സാർത്ഥം ജീവനക്കാർ സ്വരൂപിച്ച 9.5 ലക്ഷം രൂപയുടെ ചെക്കും മന്ത്രി കൈമാറി. കെഎസ്ആർടിസിയും സിംകോ RVSF പ്രൈവറ്റ് ലിമിറ്റഡും സംയുക്തമായി നടപ്പിലാക്കുന്ന RVSF എടപ്പാളിൽ യാഥാർത്ഥ്യമാകുന്നതോടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള വാഹനങ്ങൾക്ക് പുറമെ പൊതുജനങ്ങൾക്കും കേന്ദ്ര പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യങ്ങളുടെ പഴയ വാഹനങ്ങൾ ഇവിടെ പ്രകൃതി സൗഹൃദമായി സ്ക്രാപ്പ് ചെയ്യാൻ സൗകര്യമുണ്ടാകും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് R. ഗായത്രി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ TP ശ്രീജിത്ത്, വാർഡ് മെമ്പർമാരായ CV സന്ധ്യ, PK ദേവി, സിംകോ RVSF പ്രൈവറ്റ് ലിമിറ്റഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ ബിനു കൃഷ്ണൻ, സന്ദീപ് കൃഷ്ണൻ, ഫാസിൽ ഹബീബ്, കെഎസ്ആർടിസി വർക്ക്സ് മാനേജർ VK സന്തോഷ് കുമാർ, വിവിധ യൂണിയൻ പ്രതിനിധികൾ, കെഎസ്ആർടിസി മോട്ടോർ വാഹന വകുപ്പുകളിലെ ജീവനക്കാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഏത് ഡിപ്പാർട്ട്മെന്റ് എത്ര വണ്ടി സ്ക്രാപ്പ് ചെയ്യുന്നുള്ള റേഷ്യോ, കെഎസ്ആർടിസി ഇത്ര വണ്ടി സ്ക്രാപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ റേഷ്യോ അനുസരിച്ച് ഇത് വിവരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കെഎസ്ആർടിസി 21 കോടി രൂപ കിട്ടി. ആ 21 കോടി രൂപ കൊടുത്താണ് കെഎസ്ആർടിസി ഈ എയർ കണ്ടീഷൻ ചെയ്തതും ആധുനികമായ വണ്ടികളുടെ അഡ്വാൻസ് കൊടുത്തതും വാങ്ങിക്കാൻ തുടങ്ങിയത്. പിന്നീടാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് പണം കിട്ടിയത്. ഇത്തവണ കഴിഞ്ഞ തവണ ഒരു പൈസയും കിട്ടാതെ പോയി. ഞാൻ മന്ത്രിയായി വന്നപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു പൈസ വരുന്നുണ്ട്, തന്നേ പറ്റൂ എന്ന് പറഞ്ഞു. അങ്ങനെ 21 കോടിയോളം നമുക്ക് കിട്ടി. ആ 21 കോടി രൂപ കൊടുത്താണ് ആദ്യമായിട്ട് ഈ പറയുന്ന നമ്മുടെ ഈ പുതിയ ലേറ്റസ്റ്റ് വണ്ടികളെല്ലാം വാങ്ങി തുടങ്ങിയത്. ഹെവി വെഹിക്കിളിൻ്റെ ഡ്രൈവിംഗ് പഠിക്കുന്നതിന് വേണ്ടി ഉള്ള സൗകര്യവും കെഎസ്ആർടിസിയുടെ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി ഇവിടെ നമ്മൾ തുടങ്ങി. അതിനുശേഷം ഇപ്പോൾ സ്ക്രാപ്പിംഗ് ഫെസിലിറ്റി രജിസ്റ്റേർഡ് വെഹിക്കിൾസിന് വേണ്ടിയിട്ടുള്ള RVSF നമ്മളിവിടെ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. സ്വർണ്ണ ശില്പികളൊന്നായി ചേർന്നൊരു സ്വർണ്ണ വസന്തം KMJ.
സ്വർണ്ണാഭരണ രംഗത്ത് പത്തരമാറ്റിന്റെ തിളക്കവുമായി KMJ ഗോൾഡൻ ഡയമണ്ട്സ് രണ്ടാമത്തെ പുതിയ വലിയ ഷോറൂം എടപ്പാളിൽ നിങ്ങൾക്കായി തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മംഗല്യ സ്വപ്നങ്ങളെ മംഗളകരമാക്കുന്ന വിവാഹ ആഭരണങ്ങൾ, ട്രഡീഷണൽ ആന്റിക് ആഭരണ വൈവിധ്യങ്ങൾ, നവീന മോഡലുകളിൽ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ, സിംഗപ്പൂർ, കൊൽക്കത്ത, കുവൈത്ത് ഡിസൈൻസ്, ലോകോത്തര നിലവാരത്തിലുള്ള ഡയമണ്ട് ആഭരണങ്ങൾ, വെള്ളി ആഭരണങ്ങൾ. KMJ ഗോൾഡൻ ഡയമണ്ട്സ്, തൃശൂർ റോഡ്, എടപ്പാൾ. ഫോൺ 9567512916. KMJ ഗോൾഡൻ ഡയമണ്ട്സ്, പൂത്തോൾ റോഡ്, തൃശൂർ. ഫോൺ 7777023030.